സിനിമാ കഥ പോലെയാണ് മീര ജാസ്മിന്റെ ജീവിതം എന്ന് പറയുന്നതിൽ തെറ്റില്ല. സിനിമ ആഗ്രഹിക്കാതെ മോഹിക്കാതെ സിനിമയിലെത്തി വർഷങ്ങൾ സിനിമയിൽ തുടർന്ന നായികയാണ് മീര ജാസ്മിൻ. നാഷണൽ അവാർഡുകൾ ഉൾപ്പെടെ വിവിധ സംസ്ഥാന സർക്കാരുകളുടെ അവാർഡുകളും വാങ്ങിയ മീര ജാസ്മിൻ കരിയറിൽ നേടിയത് അവാർഡുകളുടെ പെരുമഴക്കാലം തന്നെയാണ്. ഒരു മലയാള സിനിമാ നടി ആദ്യമായി തെന്നിന്ത്യയിലെ പ്രമുഖ നടന്മാർക്കൊപ്പമെല്ലാം തിളങ്ങി അവിടുത്തെ സ്റ്റേറ്റ് അവാർഡും വാങ്ങി അവിടെ ഒന്നാം നിര നായികയായി തിളങ്ങിയത് മീരയിലൂടെയാണ്. മീര അലങ്കരിച്ച പട്ടമാണ് ഇന്ന് കീർത്തിയും നയൻതാരയും ഒക്കെ അന്യഭാഷകളിൽ ഉറപ്പിക്കുന്നത്. അഭിമുഖങ്ങളിലെല്ലാം മീരയുടെ സംസാരം വളരെ പക്വത നിറഞ്ഞതായിരുന്നു. കുടുംബത്തിലാണ് ഏറ്റവും ആദ്യം ചാരിറ്റി നൽകേണ്ടതെന്ന് ഒരിക്കൽ മീര മുൻപൊരിക്കൽ പറഞ്ഞതോർത്തെടുക്കുകയാണിപ്പോൾ ആലപ്പി അഷ്റഫ്. പ്രശസ്തിയുടെ പടവുകൾ ഓരോന്നായി കയറുന്ന മീരയെ വിവാദങ്ങളും പിന്തുടർന്നു. മീര 2020 അഭിനയിക്കാൻ എത്താഞ്ഞതാണ് ആദ്യ വിവാദമായി ചർച്ച ചെയ്യപ്പെട്ടത്. പിന്നീട് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ കയറി തൊഴുതതും വിവാദമായി. പണവും പ്രശസ്തിയും വന്നു ചേർന്നപ്പോൾ വിവാദങ്ങളെല്ലാം മീരയെ വേട്ടയാടി. എല്ലാവരോടും തനിക്ക് സ്നേഹവും താല്പര്യവും പ്രകടിപ്പിക്കാനാകില്ലെന്നും മീര പറഞ്ഞിരുന്നു. എന്നാൽ പ്രമുഖ സംവിധായകൻ പറഞ്ഞ ആരോപണങ്ങളും മീരയ്ക്ക് ഇമേജിൽ വിള്ളലുണ്ടാക്കി. മീര കാരണം വളരെ ബുദ്ധിമുട്ട് സെറ്റിലുണ്ടായെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. ഇനിയൊരു സിനിമ നമ്മൾ തമ്മിൽ ഉണ്ടാകില്ലെന്ന് ആ പ്രമുഖ സംവിധായകൻ സിംഗപ്പൂരിൽ വെച്ച് ഷൂട്ടെടുക്കുന്ന സമയത്ത് പറഞ്ഞ ശേഷം അദ്ദേഹത്തിനൊപ്പം മീരയ്ക്ക് സിനിമകൾ ഉണ്ടായിട്ടില്ല. മീരയെ സ്നേഹിച്ചവർ തന്നെയാണ് ചതിച്ചതെന്ന് സിനിമാ മേഖലയിലുള്ളവർ തന്നെ പറയുമ്പോൾ ഈ ആരോപണങ്ങളോട് മീര ഒരിക്കൽ പ്രതികരിച്ചു. തനിക്കെതിരെ വരുന്ന ആരോപണങ്ങൾ ഉറപ്പായും ഹിഡൻ അജണ്ടയുടെ പേരിലാണെന്നാണ് മീര പ്രതികരിച്ചത്. അതേസമയം സിനിമയിൽ തിളങ്ങി നിൽക്കുന്നതിന്റെ ഇടയിൽ അനുഭവിച്ച പ്രണയവും പ്രണയ പരാജയവും വിവാഹവും മീരയെ മറ്റൊരാളാക്കി എന്ന് പറയുന്നതിൽ തെറ്റില്ല. 2014 ദുബായിലുള്ള എഞ്ചിനീയർ അനിൽ ജോൺ ടൈറ്റൻസിനെയാണ് താരം വിവാഹം ചെയ്തത്. 10 വർഷത്തിന് ശേഷം മീര മടങ്ങി വന്നപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുണ്ടായോ എന്നാണ് സദാചാരവാദികളിൽ ചിലർ തേടിയത്. എന്നാൽ എവിടെയും വിവാഹ ജീവിതത്തെക്കുറിച്ച് മീര പറഞ്ഞിട്ടില്ല. ദുബായ് ഗോൾഡൻ വിസ വരെ സ്വന്തമാക്കിയ മീര ഇന്ന് ബിസിനസ് തിരക്കുകളിലും യാത്രകളിലും സജീവമാണ്.